ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു 4 മണി പലഹാരം, ഒരു ഈവനിങ് സ്നാക്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഇന്നൊരു 2-3 സ്നാക്സ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. അപ്പോൾ പരിപ്പ് വട ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടി 2 സ്മോൾ സൈസ് ഓണിയൻ, കുറച്ച് കറിവേപ്പില, അതൊരു 2 വറ്റൽമുളക്, ഒരു 3 പച്ചമുളക് ചെറിയത്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി. അതുകൂടാതെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, കായപ്പൊടി, ഇച്ചിരി ജീരകം, എണ്ണ. അപ്പോൾ നമുക്ക് കടലപ്പരിപ്പ് ഒരു 2-3 മണിക്കൂർ സോക്ക് ചെയ്തിട്ട് ഒന്ന് അരച്ചു കൊണ്ടുവരാം. വെള്ളം ഒഴിക്കാണ്ട് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ കുതിർത്ത് വെച്ച കടലപ്പരിപ്പ് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അരയ്ക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് കുതിർന്നത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അരയ്ക്കേണ്ടത് ഇത് അതിൻ്റെ കൂടെ മിക്സ് ആക്കാനായിട്ടാണ്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിടുക. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കായപ്പൊടി. കുറച്ചിട്ടാൽ മതി, ഇല്ലെങ്കിൽ കഴിക്കും. എല്ലാവരും ഇത് ഇടുമോയെന്ന് അറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇടും കേട്ടോ. നമുക്ക് ജീരകം, മുഴു ജീരകം വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ജീരകപ്പൊടിയാണ് ഇടുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് അടുപ്പിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അപ്പോൾ ഇത് നമ്മൾ മിക്സാക്കി ഉടനെ തന്നെ ഫ്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാള ഉപ്പൊക്കെ ഇട്ടത് കാരണം വേഗം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് കുഴച്ച് വെക്കണമെന്നൊന്നും ആവശ്യമില്ല. അപ്പം നമുക്ക് എണ്ണ ചൂടാക്കാം. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പരത്തി വെച്ച ഓരോ വട ഇടാം. മഴയാണെങ്കിൽ ഈ പരിപ്പ് വടയും ഒരു ചായയും കൂടെ കുടിച്ചാൽ അടിപൊളിയായിരിക്കും. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വട ഫ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്നൊന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത് പരത്തി വെച്ചതും കൂടെ ഇടാം. എണ്ണ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത സെറ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ നല്ല ഏലക്കയും ഇഞ്ചിയൊക്കെ ഇട്ട് ചായയും കൂടെ. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ്. നിങ്ങളും ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. എപ്പോഴും പറയുന്നത് പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യും എന്ന വിചാരത്തിലൂടെ അടുത്ത വീഡിയോയിലൂടെ കാണാം.